സ്വർണ്ണ അത് ഞാൻ നടത്തി. ഇത് 4ാമത്തെ പാസറ കേട്ടോ. ബാക്കി 2 ഞാൻ വിറ്റു. ബോയ് ഫ്രണ്ടിന് നൗഷാദിന് വേണ്ടി വിറ്റ് പൂർണ്ണ. ഇത് 4ാമത്തെ പാസറാണോ. ഇത് ദുബായിൽ വന്നിട്ട് 2ാമത്തെ പാസർ. ആദ്യം മേടിച്ചു, അത് ഞാൻ വിറ്റ് തൊലച്ചു. ഇത് 3 പവൻ 2 കൂടെ. അപ്പം എത്രയാ? ഇത് 1.5 ആണ്. ഇത് 3 കൂടെ 3 പവൻ. എനിക്ക് ബഹ്റൈനിൽ ഒരു 5 പവൻ്റെ പാസറാണ്. എൻ്റെ ബോയ് ഫ്രണ്ട് 5 പവൻ്റെ പാസറാണോ. അത് കൊടുത്തു. ഇത് 4ാമത്തെ പാസറാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പാദസരം. എടോ ഈ പറഞ്ഞ ഗോൾഡൊന്നും എനിക്കുണ്ടായില്ല. എൻ്റെ ഭർത്താവുണ്ടല്ലോ, എൻ്റെ കഴുത്തിൽ എൻ്റെ അമ്മ ഒരു കുരിശിട്ടു. ഒരു കുഞ്ഞുമാല. എൻ്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട് എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് 9 മാസം. അമ്മച്ചി ഒറ്റ പ്രണയിച്ചു. അവൻ ഞാൻ നോക്കി. 7 വയസ്സ് വരെ എൻ്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട്, അമ്മച്ചിയുടെ ഭർത്താവ്, 2ാമത്തെ കുട്ടി. അവൻ മുസ്ലിമായിരുന്നു. അവൻ മേടിച്ചെന്ന മാല അമ്മയുടെ പാരമ്പര്യം കിട്ടിയില്ലേ. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ കുറ്റം പറയില്ല. എൻ്റെ അതേ ജീവിതം തന്നെ അമ്മയ്ക്ക്. ഭർത്താവ് മരിച്ചു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാമോന്നുള്ള ജീവിച്ചു. അങ്ങനെ എന്നെ നോക്കി 7 വയസ്സ്, 7, 8, 9, 10, 7ാം വയസ്സോടെ 7, 8, 9, 10, 11, 12, 13, 10, 15, 11 വർഷം. ഇപ്പം അങ്ങനെ ഇല്ലടോ. അമ്മയെ ചേച്ചി പോയി എന്താ പ്രോബ്ലം എന്നെ നോക്കി. എനിക്ക് അങ്ങേര് മേടിച്ചെന്ന മാല എൻ്റെ കിട്ടിയുണ്ട് വിറ്റ്. ഇപ്പം അങ്ങേര് ഞാൻ വേഗത്തിൽ ഒളിച്ചൊളി പറഞ്ഞു. കഥയുണ്ടോ, ഒരുപാട് കഥയുണ്ട് അതിൻ്റെ ഇടയിൽ. ആ ഒരു വിധി എൻ്റെ മൂക്ക് വരല്ലേ ഈശ്വര. എൻ്റെ അമ്മ കെട്ടിയ മരിച്ചപ്പം ഒറ്റ പ്രണയിച്ചതിൻ്റെ പറ്റും. എൻ്റെ കെട്ടിനെ ഉപേക്ഷിച്ചപ്പം ഞാൻ വേറെ നോക്കി. എൻ്റെ മരിക്കും മോളുണ്ട്. എൻ്റെ വിധി എൻ്റെ മൂക്ക് വരല്ലേ. എൻ്റെ മുത്തപ്പ, ഞാൻ സ്നേഹിത പുരുഷൻ, എൻ്റെ വിധി എൻ്റെ മൂക്ക് വരല്ലേ. എൻ്റെ വിധി ഇങ്ങനെ. അമ്മ എൻ്റെ വിധി എനിക്കുണ്ട് പാരമ്പര്യം. എൻ്റെ വിധി എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വിധി എനിക്ക് എൻ്റെ മോളിൽ ഉണ്ടാവില്ല. എൻ്റെ അമ്മ വിധി എനിക്കുണ്ടായി. ഒരുപാട് കഥയുണ്ടോ, ഒരുപാട് കഥയുണ്ട്. ആ ഒരു വിധി ഇനി എൻ്റെ മൂക്ക് വരല്ലെന്നുള്ള. ഇനി ഞാൻ സ്നേഹിത പുരുഷൻ, എൻ്റെ മോക്കെങ്കിലും ആ വിധി ഇല്ലാതിരിക്കരുത്. പ്രാർത്ഥന. എൻ്റെ മുത്തപ്പ എൻ്റെ വിധി ഒരിക്കലും എൻ്റെ മോൾക്ക് വരല്ലേ ഈശ്വര. ഏത് വൃത്തിയായിട്ടാണ് എൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ട് എൻ്റെ മോൾക്ക് നല്ലത് വരുത്തണേന്ന്. എൻ്റെ മോൾക്ക് മാത്രം എൻ്റെ വിധി വരല്ലേ ഈശ്വര. പാരമ്പര്യം എനിക്ക് അതിനെങ്ങനെ എനിക്ക് നോക്കണം ആശുപത്രി ചേച്ചി. എൻ്റെ വിധി വരരുത്. ഞാൻ അതുകൊണ്ട് ആ ഒരുത്തിനെ പ്രേമിക്കാത്ത പേരില്ല. മക്കൾ വലുതാകുക. ഒരുത്തനെ പ്രണയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോട്ടം എൻ്റെ മോണ്ടയിലേക്കോ. എൻ്റെ മോള് അതിനെങ്ങനെ എനിക്ക് നല്ലപോലെ വളർത്തണം. എൻ്റെ വിധി ഉണ്ടാവാൻ പാടില്ല. അതാ ഒരാളും പ്രേമിച്ചു കഴിഞ്ഞാൽ അവന്മാരും ചിലപ്പോൾ എൻ്റെ മോളോടായിരിക്കും പ്രണയം. എൻ്റെ വിധി പാടില്ലല്ലോ. എൻ്റെ മോളെങ്കിലും എനിക്ക് നല്ലക്ക് കെട്ടിച്ചു വരണം, ജോലി വെക്കണം.
നല്ലൊരു ഫാമിലി കെട്ടിച്ചു കൊണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സത്യം. ഈ കുറെ മൈല മനസ്സ് വെച്ച് അവന്മാർക്ക് എന്താന്ന് ആർക്കറിയാം. അല്ലേടോ? അല്ലേ? സത്യമല്ലേ? മക്കളെ മക്കളെ കഥയില്ലടോ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. മക്ക- 2 മണി എടുക്കും. ഉറയ്ക്കോ ചേച്ചി ഉറയ്ക്കോ? നാളെ നോക്കട്ടു സ്കൂളുള്ളതല്ലേ. ഉറയിക്കോ? ഞാൻ അലമില്ല, ഫിറ്റല്ല. ഞാൻ ചോറുണ്ടു. ഇനി മദ്യപിക്കില്ല, പിടിക്കണ്ട. ഇനി മദ്യപിക്കില്ല ചേച്ചി. ഇനി എടോ 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 എൻ്റെ ലൈഫെല്ലാം പോയി. ഞാൻ മട്ട കുടിച്ചതാണ്. എടോ ഷിറ്റ്, ഞാൻ വെറും പാവാടോ. കറിയിലാണ്. ഞാൻ വെറും പാവ. ഞാൻ ഒരാൾക്കൊരു ഉപദ്രവത്തിന് പോകുന്നേ ഇല്ല. ഞാനേ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാ. ഓക്കെ, ഒരാളൊക്കെ ഞാൻ ഒരാളെ ഉപദ്രവിക്കുന്നില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഞാനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അപ്പം മരിച്ച കാലം തൊട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. ഞാൻ പണ്ടേ നശിച്ചു പോയതാ. ചെറുപ്പത്തിലെ ജീവിതം പോയി. 7 വയസ്സ് 7ാം ക്ലാസ് തുടങ്ങി എൻ്റെ ജീവിതം പോയി. 7 വയസ്സ് തുടങ്ങി നിർത്തി. 7 വയസ്സ് തുടങ്ങി. ഇക്ക ഐ ടോട്ട് റൈസിക്ക വിളിക്കുന്നു. പൊക്കോ ഈ റൈസിക്ക് ഞാൻ വിളിക്കുന്നു. അയ്യോ മോട്ടായിട്ട് റൈസിക്ക ഷൂ. ഞാൻ തോന്നാസം പറയാനില്ല. പോ, നിർത്തി. എൻ്റെ ജീവിതം പോയതാണോ റൈസിക്ക? ഇക്ക നമ്മൾ റൈസിക്ക വിളിക്കില്ല. ഞാൻ നിർത്തി. പാവടോ ഇക്ക. അയ്യോ റൈസിക്ക എന്തേ? അയ്യോ ഞാൻ മൂസല്ല മനുഷ്യ. ഞാൻ സൂക്ഷിക്കാം. ഓക്കെ, സോറി മൈ വ്യൂവേഴ്സ്, ഞാൻ ടോപ്പിക്ക് മാറ്റി. എന്നെ മോഡൽ റൈസിക്കുന്നു. ഓക്കെ, വേറെ ടോപ്പിക്. ചേച്ചി ഇന്ന് ലാസ്റ്റ് കുടിയേറ്റ്. എടാ സത്യടാ, ഈ സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു എൻ്റെ ഭർത്താവ് ഞാൻ ഒരു 2009 വിളിച്ചോളൂ. ഒരു ഏകദേശം 8-9 വർഷമായി സോഷ്യൽ മീഡിയ. അതുവരെ ഒരാൾക്കും എൻ്റെ അറിയില്ല. ഇനി നന്നായിട്ട് അറിയാം ഞാൻ എന്താണെന്ന്. എൻ്റെ ജീവിതം 7 വയസ്സേ. പക്ഷെ എന്തോ ആയിക്കോട്ടെ, ഈ ദുബായിൽ എനിക്ക് ഒരുപാട് ആണുങ്ങളുണ്ട്, ഇഷ്ടം പോലെ. എത്ര ആരുടെ കൂടെ കിടന്നാലും ഇഷ്ടപ്പെടുന്ന ആ റിയാസ് ഉണ്ടല്ലോ, അല്ലെ ഉമ്മർക്ക റിയാസ്.
ബാക്ക്ഗ്രൗണ്ട് മൂട്ടടിക്കണേ. റൈസക്ക അമ്മ